സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് മുണ്ടുമുറുക്കി ഉടുക്കണമെന്ന് ജനങ്ങളോട് സാധാ ഉരവിടുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി പുതിയ കാറുകൾ വാങ്ങുന്നു എന്നുള്ളതാണ് പുതിയ വിശേഷം. ഇതിനായി 1,10,00,000 രൂപ അനുവദിച്ചു. സർക്കാരിൻ്റെ കാലാവധി തീരാൻ 6 മാസം മാത്രം അവശേഷിക്കുകയാണ് ഈ ദൂർത്ത്. ധനമന്ത്രി KN ബാലഗോപാലാണ് ഇന്നലെ തിങ്കളാഴ്ച തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. അധിക ഫണ്ടായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 19 മുതലാണ് കേരളത്തിൽ ട്രഷറി നിയന്ത്രണം ഘടിപ്പിച്ചത്. 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണമെന്നതായിരുന്നു പ്രധാന നിബന്ധന. 4 മാസമായിട്ടും ഈ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിലാണ് ട്രഷറി നിയന്ത്രണത്തിൽ നിന്നുള്ള ഇളവ് നൽകി മുഖ്യമന്ത്രിക്ക് വാഹനം വാങ്ങാൻ 1,10,00,000 രൂപ ഉടൻ ലഭ്യമാക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചത്. നിലവിലുള്ള 2 കിയ കാർണിവൽ കാറുകൾക്ക് പകരമായാണ് പുതിയ വാഹനങ്ങൾ. വാഹനത്തിന്റെ നിറം കറുപ്പ് തന്നെയാകുമെന്നാണ് സൂചന. 2020 കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ സാമ്പത്തിക നിയന്ത്രണങ്ങൾ തുടരുകയായിരുന്നു. ഇത് 1 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് അടുത്തിടെ ഉത്തരവ് ഇറങ്ങിയിരുന്നു. കടുത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും ഖജനാവിന് ഇത്ര ഭാരം അടിച്ചേൽപ്പിക്കാൻ ആർക്കും മടിയില്ല എന്നതാണ് ശ്രദ്ധേയം. ഇപ്പോൾ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന കിയ കാർണിവൽ കാർ 33 ലക്ഷം രൂപ ചെലവിട്ട് വാങ്ങിയത് 2022 ജൂണിലാണ്. ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷയുള്ളതായിരുന്നു ഇത്. ആ വർഷം ജനുവരിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് 3 ഇന്നോവ ക്രിസ്റ്റ കാറുകളും ഒരു ടാറ്റ ഹാരിയറും വാങ്ങാൻ 62.46 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. ഏതായാലും കാട്ടിലെ തടി തേവരുടെ ആന എന്ന അവസ്ഥയിലാണ് ഭരണത്തിൻ്റെയും ഖജനാവിൻ്റെയും ഒരു പൊതുസ്ഥിതി.